എന്നാൽ ബിദഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? അവർക്ക് ചിലപ്പോ ബുദ്ധിയായിരിക്കും എന്ത് ഖുർആന് സുന്നത്തിനേക്കാളും വലുത്, ചിലപ്പോ ബുദ്ധിയും വേണ്ട, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിനെ അറിയിക്കുന്ന ഒരു സംസാരം ഇമാം ദഹബി റഹിമഹുള്ളാഹിന്റെ സംസാരം. അദ്ദേഹം ഇത് സിയർ ആലാമുൻ നുബലയില് 4ാമത്തെ വോള്യത്തില് 472 പേജില് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. സിയർ ആലാമുൻ നുബലയില് എപ്പോഴാണ് ഇത് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അബു ഖിലാബ റഹിമഹുല്ലാഹ് പറയാണ്, ഇദാ ഹദ്ദസ്ത الرجل بالسنة فقال دعنا من هذا وهات كتاب الله فاعلم انه ضال. അബു ഖിലാബ റഹിമഹുല്ലാഹ് പറയാണ്, നീ ഒരു വ്യക്തിയോട് ഹദീസ് പറഞ്ഞു കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ അവൻ തിരിച്ചു പറയാണെന്ത്, ദഅനാ മിൻ ഹാദാ, ഇത് വിട്, ഹാത് കിതാബ് അല്ലാഹ്, ഖുർആൻ പറയും കാര്യങ്ങൾ, ഹദീസ് അവിടെ വെക്ക്. അപ്പോ അബു ഖിലാബ റഹിമഹുല്ലാഹ് പറയാണെന്ത്, ഫഅലം അന്നഹു ളാൽ, നീ മനസ്സിലാക്കുക, അറിയുക, അവൻ പിഴച്ചവനാണ്. ഇതിന്റെ താഴെ ആര് പറയാണ്? ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയാണ്. ഇമാം ദഹബി ആരുടെ ശിഷ്യനാണ്? ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹിന്റെ ശിഷ്യന്മാരിൽ പെട്ടാണ്. ഇപ്പൊ പറയാണ്, ഫഖുൽതു അന, ഞാൻ പറയാണ്, വഇദാ റഅയ്തൽ മുതകല്ലിമൽ മുബ്തദിഅ യഖൂലു, ഒരു ബിദ്അത്തുകാരനായിട്ടുള്ള ഒരു വ്യക്തി പറയുന്നത് നീ കേട്ട് കഴിഞ്ഞാൽ, ദഅനാ മിനൽ കിതാബി വൽ ഹദീസ് വൽ ആഹാദ്, ഖുർആനും സുന്നത്തും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഈ റിവായത്തുകളൊക്കെ നീ വിട്, വഹാത്തിൽ അഖൽ, ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങൾ പറയും, ഖുർആനും സുന്നത്തും ഇതൊക്കെ വിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫഅലം അന്നഹു അബൂ ജഹൽ, നീ മനസ്സിലാക്കിയോ അവൻ അബൂജഹലാണ് എന്നാര് പറയാണ്? ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയാം. നീ പറയാണ്, വഇദാ റഅയ്ത സാലിക തൗഹീദി, ഇനി സാലിക തൗഹീദ് എന്ന് പറഞ്ഞാൽ സൂഫിയാണ്, നീ ഒരു സൂഫിയെ കാണാണ്, അവൻ പറയാണ് എന്ത്, ദഅനാ മിനൻ നഖ്ലി വമിനൽ അഖൽ, അവരെന്തില്ല, നഖലും ഇല്ല അഖലും ഇല്ല. നഖൽ എന്ന് പറഞ്ഞാൽ തെളിവുകളാണ്, പ്രമാണങ്ങൾ, ഖുർആനും സുന്നത്തൊക്കെ വിട്, അല്ലെങ്കിൽ ബുദ്ധിക്ക് യോജിച്ച കാര്യങ്ങൾ വിട്. എന്നിട്ട് പറയാണ്, വഹാതി അദ്ദൗഖ വൽ വജ്ദ്, ദൗഖും വജ്ദും കൊണ്ടാന്ന്. ദൗഖും വജ്ദ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് സൂഫികളുടെ ഒരു പ്രത്യേക ഒരു ഇസ്തിലാഹാണ്, അവരുടെ ഒരു പ്രയോഗമാണ്. അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ബറക്കല്ലാഹു ഫീക്കും, പല കാര്യങ്ങളിൽ ഇങ്ങനെ ദിക്റും അങ്ങനത്തെ പല പ്രവർത്തികൾ ചെയ്തിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്താണ് അവർ പറയാ, പിന്നെ അവര് ദർജ മാറും. അവരുള്ള ഇപ്പൊ ഈ അടിമ എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ മനുഷ്യന്മാരെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളിൽ നിന്നും ലെവല് മാറിയിട്ട് പിന്നെ എന്ത് ചെയ്യും, അവർ വലിയ വലിയ പദവിയിലെത്തി എന്ന് പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഒഴിഞ്ഞിരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവര് പറയാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അള്ളാഹു തആല എന്ത് ചെയ്യും, മുന്നിൽ വരും. അതാണ് കശ്ഫ് എന്ന് പറഞ്ഞത്. കശ്ഫ് എന്ന് പറഞ്ഞാൽ പ്രകടമാവാന്നുള്ള അർത്ഥം. അതായത് ഇവിടെ എന്ത് ചെയ്യും, പിന്നെ അവര് പറയാണെന്ത്, അള്ളാഹു തആല മുന്നിൽ വരും. ഇപ്പൊ ഇവിടുത്തെ ഒരു സൂഫി ഉണ്ട് തെരീമിൽ, അയാൾ പറയുന്നതാണെന്ത്, അയാളുടെ അടുത്ത ആൾക്കാർ നിന്നായി അയാൾ കണ്ണിങ്ങനെ ഇളക്കും വരും, കണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്താ പറയാ, ആളുകൾ അള്ളാഹു അക്ബർ എന്നൊക്കെ പറയും. അപ്പൊ എന്താ സംഭവം വെച്ചാൽ പറയാം, എന്താണ്, മലക്ക് വന്നതാ, അല്ലെങ്കിൽ പറയാം അള്ളാഹു മുന്നിൽ വന്നതാന്ന് പറയും. അതിനാണ് എന്ത് പറയാ, കശ്ഫ് എന്ന് പറയാം. അപ്പൊ ഇവരിത് പ്രകാരം എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നിലെത്തും. അപ്പൊ അവര് പറയും എന്താണ്, നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മയ്യിത്ത് നിന്നാണ് എടുക്കുന്നത്, ഞാൻ അള്ളാഹിൽ നിന്ന് നേരിട്ടാണ് എടുക്കുന്നതെന്ന്. എന്താ മയ്യിത്ത് നിന്ന് എടുക്കുന്നത് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഹദീസുകളൊക്കെ എന്താണ്, സനദിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടു പോയ ആളുകളാണ്. അപ്പൊ ഇവരെന്ത് പറയും, ഈ സൂഫികൾ എന്ത് പറയും, നിങ്ങൾ അമ്വാത്തുകൾ നിന്നാണ് എടുക്കുന്നത്, മരിച്ചവരിൽ നിന്നാണ് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാന്നാണ് എടുക്കുന്നത്, ഹയ്യിൽ നിന്നാണ് എടുക്കുന്നത്. ഇലായമൂത്ത്, ഒരിക്കലും മരിക്കാത്ത ഹൈ ആയിട്ടുള്ള അള്ളാഹിൽ നിന്നാണ് ഇരിക്കുന്നത്. അവരെന്തും പറയുവാണെങ്കിൽ സ്വപ്നത്തിന്റെ ഇതും കൂടി പറഞ്ഞിട്ട് പറഞ്ഞു, എന്ത്, ഹദ്ദസനി റബ്ബി ഖൽബി ആർ റബ്ബി എന്ന് പറയും, എന്റെ കൽബ് റബ്ബിനെ തൊട്ടിട്ട് ഉദ്ധരിച്ചിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് എടുക്കാണ്. എന്ത്, ആരുമില്ല, വേറെ മരിച്ച ആളുകളൊന്നും ഇടയിലില്ലാതെ ഡയറക്റ്റ് എടുക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ ദൗക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ ഇതിലിങ്ങനെ ചെയ്തിട്ട് എന്തുണ്ടോ, ഒരു ആസ്വാദനം കിട്ടും അത്. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ എന്താണ് പറയാ, ഖുറാനും വിട്, സുന്നത്തും വിട്, ഈ അഖിലും വിട്. എന്നിട്ട് എന്തുകൊണ്ടാ, ഈ ദൗക്കും കശ്ഫും കൊണ്ടാ. എന്നിട്ട് പറയും, അങ്ങനെ ഒരാളെ നീ കണ്ടു കഴിഞ്ഞാൽ, ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയാണ്, ഫഅലം അന്നഹു ഇബ്ലീസ്, നീ അറിഞ്ഞോ അവൻ എന്താണ്, ഇബ്ലീസ് ആണ്. ഖദ് ളഹറ ബിസൂറത്തി ബശർ, ഇത് ഒരു മനുഷ്യ രൂപത്തിൽ വന്നിട്ടുള്ള ഇബ്ലീസ് ആണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഔ ഖദ് ഹല്ല ഫീഹി, അല്ലെങ്കിൽ ആ ഇബ്ലീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവനിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്. ഫഇൻ ജബൻത മിൻഹു ഫഹ്റുബ്, നീ അവന്റെ വിഷയത്തിൽ പേടിയാണ്, നിനക്ക് എന്തെങ്കിലും ധൈര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഫഹ്റുബ്, നീ ഓടിക്കോ. വഇല്ലാ ഫസ്റഅഹു വബ്റുക് അലാ സദ്രിഹി വഖറ അലൈഹി ആയത്തുൽ കുർസി വഖ്നുഖു, എല്ലാം നിനക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും, അവനെ പിടിച്ച് താഴെട്ടിട്ട് നെഞ്ഞത്ത് കയറി മുട്ടുകുത്തി നിന്നിട്ട് എന്ത് ചെയ്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് കഴുത്ത് പിടിക്കുകയെന്ന് പറഞ്ഞു. അതെന്തിനാ, റുഖ്യ ചെയ്യാന്. റുഖ്യ ചെയ്തിട്ട് എങ്ങാനും ഷിഫയാവാന്നുണ്ടെങ്കിൽ ആവട്ടെ, നിന്റെ കൈ കൊണ്ട് അള്ളാഹ് ഷിഫയാക്കാണെങ്കിൽ ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നീ എന്ത് ചെയ്യും, അവനെ റുഖ്യ ചെയ്യ് എന്നാര് പറയാണ് ഇവിടെ ഇമാം ദഹബി റഹിമഹുല്ലാഹ്. ഇതെങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെ ഉണ്ടാവും, നമ്മള് അല്ലെങ്കിൽ മുത്തശദ്ദിദുകളാണ്, ഓട്ടോ പറ്റൂല, ഇഖ്തിലാത്ത് പറ്റൂല, സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മളിത് ഈ സംസാരം വായിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഹ്ലു സുന്നത്തിന്റെ അഖീദ എന്താണ്, ഖുർആനും സുന്നത്തും ഫഹ്മു സ്വാലിഹാണ്. അത് ഫഹ്മു സ്വാലിഹിനെ അനുസരിച്ച്, സലഫു സ്വാലിഹീങ്ങൾ അനുസരിച്ചിട്ടാണ്. എന്നാൽ ഈ ബിദ്അത്തിന്റെ ആളുകൾ എങ്ങനെയാണ്, അവര് ബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അല്ലെങ്കിൽ ചിലരെന്ത് പറയും, വെറും ഖുർആൻ മാത്രം എടുക്കും, ഖുർആനികളെ പോലെ.
അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യും, ഖുറാനും വേണ്ട സുന്നത്തും വേണ്ട, വെറും അക്കല് മാത്രം മതി, അല്ലെങ്കിൽ പറയും ദൗക്കും കശ്ഫും സൂഫികളെ പോലെ പറയും. അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. പക്ഷെ അഹ്ലുസുന്നത്ത് എന്തല്ല, അങ്ങനെയല്ല. ശരിക്കും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അൽ അഖ്ലു സഹീഹ് ലാ യുഖാലിഫു നഖ്ല സരീഹ് എന്നാണ്. ശരിയായിട്ടില്ല ഒരു ബുദ്ധി, അതായത് ശുബഹത്തുകളും ഷഹവാത്തുകളൊക്കെ, ശുബഹത്തുകളൊന്നും നിറഞ്ഞിട്ടില്ലാത്ത ഒരു ബുദ്ധി, ഒരു വിവേകം, അത് എന്തിനെതിരാവില്ല? ലാ യുഖാലിഫു നഖ്ല സരീഹ്, അതായത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ശരിയായിട്ടുള്ള, അതായത് ന്യൂനതകളൊന്നും ഇല്ലാത്ത തെളിവുകളോട് എതിരാവില്ല. അപ്പൊ ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധി, ശരിയായിട്ടുള്ള ബുദ്ധി എന്തിനെതിരല്ല? പ്രമാണങ്ങൾക്കെതിരല്ല. അതാണ് യാഥാർത്ഥ്യം. ഈ വക്ര ബുദ്ധിയുള്ള ആളുകൾക്കാണ് എന്തുണ്ടാവുക, ഈ ഖുർആൻ സുന്നത്തൊക്കെ മനസ്സിലാക്കാൻ പ്രശ്നം ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി എന്തിന് യോജിച്ചിട്ടുള്ളതാണ്? അള്ളാഹു തആല ഇറക്കിയിട്ടുള്ള ഖുർആനിലും അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുള്ള സുന്നത്തിനോട് യോജിച്ചിട്ടേ വരുള്ളൂ. ഈ വിഷയത്തിലാണ് ആര് കിതാബ് എഴുതിയത്? ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് കിതാബ് എഴുതിയിട്ടുണ്ട്. ദർഉ തആറുദിൽ അഖ്ൽ വൻ നഖൽ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്ന മുഴുവൻ അധിക കാര്യങ്ങൾ എന്താണ്? ഈ ഖുർആനും സുന്നത്തിനോട് ഒരിക്കലും എന്താണ് എതിരാവില്ല. ശരിയായിട്ടുള്ള വക്രതയില്ലാത്ത ബുദ്ധി അതിനെതിരാവില്ല.